ആര് പറഞ്ഞു മ്യാവൂ, ഞാനാ നിങ്ങളുടെ കാത്തു. രണ്ടുപേരും ഒന്ന് മിണ്ടാതെ ഇരിക്കുന്നുണ്ടോ? വെറുതെ കയ്യാമുയ്യ പറഞ്ഞ് കത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ചെറിയ കുട്ടികൾ രണ്ടുപേരും ഉറക്കം വന്നിട്ടാണ് കരയുന്നത്. അതുപോലെ അറിയാതെ ഇരുന്ന് പാട്ടുപാടിയ കുട്ടികൾ കരയിപ്പിച്ചിരിക്കുന്നു. നോക്ക്, രണ്ടെണ്ണം കൂടിയിട്ട്. ചെറുകൾ രണ്ടുപേരും ഉറങ്ങട്ടെ, ഒന്ന് രണ്ടെണ്ണം മാറി നിൽക്കാം അങ്ങോട്ട്. ചേച്ചി, ഇതാ നിങ്ങൾക്ക് അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കും ചേച്ചി. ഇതാ അമ്മ കഴിക്ക്. ചേച്ചി എന്താ ചേച്ചി നോക്കിട്ടേ ഇരിക്കുന്നത്? കഴിക്കും ചേച്ചി. രേണുകേ, ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായില്ലേ? അയ്യോ, എന്താ ചേച്ചി ഇങ്ങനെ പറയുന്നത്? നിങ്ങൾ വേറെ ആരെങ്കിലാണോ? അഞ്ജലി ഞങ്ങളുടെ മകളാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കുടുംബം തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കാതെ വേറെ ആര് സഹായിക്കും? എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം ഏട്ടൻ തന്നെ നിങ്ങളെ വീടും സ്ഥലവും എല്ലാം എഴുതി വാങ്ങി വീട് വിട്ട് പുറത്താക്കിയല്ലോ. അത് ആലോചിക്കുമ്പോൾ മനസ്സിന് നല്ല വിഷമമുണ്ട്. പക്ഷെ ഇനി അത് ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നല്ലേ നോക്കേണ്ടത്. പിന്നെ ശിവ അതിനേക്കാളും പാവമാണ്. ഇത്രയും കാലം സമ്പാദിച്ച് ഉണ്ടാക്കിയ വീടും പൈസ എല്ലാം പോയല്ലോ എന്ന് കരുതി അവൻ എത്ര വിഷമിക്കും. നിങ്ങളും അഞ്ജലിയും ധൈര്യത്തോടെ ഇരുന്നാലല്ലേ ശിവയും ധൈര്യത്തോടെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഒന്നും വിഷമിക്കണ്ട. നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? ശരി രേണുകേ, എന്റെ വിഷമം ശിവനെ ആലോചിച്ചിട്ട് തന്നെയാണ്. എത്ര വലിയ പ്രശ്നം വന്നാലും സങ്കടപ്പെടാത്ത ആളാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ തകർന്നു പോയിരിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ വയ്യ. പിന്നെ അവന് സങ്കടമില്ലാതെ ഇരിക്കുവോ ചേച്ചി? സ്വന്തം മാമൻ തന്നെ വീടും സ്ഥലവും ഒക്കെ എഴുതി വാങ്ങി പുറത്താക്കിയെന്ന് വിചാരിക്കുമ്പോൾ അവന് സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ എല്ലാം ശരിയാവും. വീണ്ടും നമുക്ക് അതൊക്കെ വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റും. ഒന്നും വിഷമിക്കണ്ട ചേച്ചി. ശരി രേണുകേ, പിന്നെ ശിവയും അഞ്ജലിയും കഴിച്ചാ? അതപ്പോഴാണ് അഞ്ജലി ശിവയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയത്. അവര് കഴിക്കും, നിങ്ങൾ കഴിക്കും ചേച്ചി. അയ്യോ, നീലക്കുട്ടി എന്താ കരയുന്നത്? എടി പിങ്കു ടിങ്കു, നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കാണിച്ചോ കുട്ടീനെ? അയ്യോ മമ്മി, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവള് കുറേ നേരമായിട്ട് കരഞ്ഞു തന്നെ ഇരിക്കുന്നത്. വെറുതെ ഞങ്ങളെ പറയണ്ട. അതൊന്നുമില്ല രേണുകേ, കുട്ടികൾക്ക് ഉറക്കം വന്നെന്നാ തോന്നണം, അതുകൊണ്ടാണ് കരയുന്നത്. എപ്പോഴും പാല് കുടിച്ചല്ലേ ഉറങ്ങി ശീലം, അതുകൊണ്ട് ഉറങ്ങാതെ കരഞ്ഞിട്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അഞ്ജലി പാല് കൊടുത്ത് അങ്ങനെ ഉറക്കും. അവർ കഴിക്കട്ടെ, എന്നിട്ട് അവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ അവൾ പാല് കൊടുത്ത് ഉറക്കും. ആ ശരി ചേച്ചി, അവരാദ്യം കഴിക്കട്ടെ, എന്നിട്ട് കുട്ടികളെ കൊണ്ടുപോയി കൊടുക്കാം. നിങ്ങൾ ആദ്യം കഴിക്കി, അതുവരെ കുട്ടികളെ ഞാനും ചേച്ചിയും കൂടെ നോക്കാം. ആ ശരി രേണുകേ. പിങ്കു ടിങ്കു, നിങ്ങൾ ഇവിടെ കളിച്ചത് മതി. അവർ കഴിക്കട്ടെ, നിങ്ങൾ അങ്ങോട്ട് നടക്ക്. നോക്കി മമ്മി. രേണുകേ, എന്താമ്മേ? രേണുകേ, ഇത് ഈ വഴുതനങ്ങ ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഇനി എന്തെങ്കിലും കുറച്ച് കൊണ്ടുവാ. ആ ഉണ്ടമ്മേ, ഇതാ കൊണ്ടുവരാ. தாங்க தாங்க பாருங்கள் காலம் தங்கவே காண வேண்டும் ஆயிரம் கோடி புன்னகை தாங்கிக் கொள் என் கண்மணி சாய்ந்து கொள் என் தோழி வானம் பூமி காற்றை தாண்டி வாழ்ந்து பார்க்கலாம். ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഈ മിന്നാരം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോയിലേക്ക് ഒരു ലൈക്ക് തരണം. വീഡിയോ എങ്ങനെയുണ്ട് എന്ന് മറക്കാതെ കമന്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോസിനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ നാളെ കാണാം. ബൈ ഫ്രണ്ട്സ്.